വാട്സ് ബോയ്സ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഞൊണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് എഡിറ്റൊക്കെ ചെയ്യാണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പം അമ്മ ഓൾറെഡി കടയിൽ പോയി. അമ്മ അറിഞ്ഞ് JMB പറഞ്ഞായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടില്ല. അച്ഛനിപ്പോൾ കടയിൽ നിന്ന് വരും. എൻ്റെ കാലം ഞാൻ മറ്റേ റാപ്പെന്ന് ആ ഡ്രസ്സിങ് ഒക്കെ ഊരി ഇപ്പോൾ ഒരു എലിഫൻറ്റിയാസിസ് ഇല്ലേ, ഇവന് തടിച്ച് വീർത്തിരിക്കുന്ന കാലം, അങ്ങനത്തെ ഒരു ലുക്കുണ്ട് എൻ്റെ കാലിനിപ്പോൾ. ഞാൻ കാണിക്കുന്നില്ല, അതാണ്. എന്ത് ചെയ്യാണ്, എനിക്ക് വല്ലതും കഴിക്കണമെന്നുണ്ടേ. ഞാൻ കഴിച്ച്, എന്നാലും എനിക്ക് കുറച്ചുകൂടി എന്തെങ്കിലും കഴിക്കണം. മറ്റേ ഷെയ്ക്ക് ഉണ്ടാക്കണമെന്നുണ്ട് എനിക്ക്, പക്ഷേ ഞാൻ പേരയ്ക്കില്ല. പേരയ്ക്ക മേടിക്കണം. എടാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ആ പേരയ്ക്ക മേടിച്ചിട്ടുണ്ടോ എനിക്ക്? എന്താ കഥ കടച്ചോണ്ടിരിക്കുന്നത്, പെട്ടെന്ന് വാ. ലേയ് എന്താ നീ എന്താ മോന്ത കഴുകിയതാണോ അല്ലേ അവിടെ ഗുസ്തി വല്ലതും ചെയ്യാൻ പോയി? ആ പേരയ്ക്ക മേടിച്ചിട്ട് വന്നു എനിക്ക്. അത് കാലം വീർത്തിരിക്കുന്നത്. കണ്ടില്ല. ഞാനും വരാം. എനിക്ക് കുറച്ച് ബൾക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ കുറച്ച് നട്ട്സും സീഡ്സ് ഒക്കെ മേടിക്കണം. എന്റെ ചെരുപ്പിന് എത്ര ഊട്ടം കണ്ട നീ, എന്ത് വീഴ്ചയായിരുന്നു നീ. എന്തുകൂടെ ഇതൊക്കെ എടുക്കുന്നത്? ഇതിനു വേണ്ടി അല്ല വന്നത്. ഇതിനകത്ത് മോൻ എന്തോ വേണ്ടേ? ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനാ വന്നാലും ഇതിനകത്ത് സീരിയലായിട്ട് വെറുതെ കാണിച്ചു പോകുന്നത്. ഓട്സും സീരിയലൊക്കെയാണത്. 190 രൂപയ്ക്ക് 350 രൂപയുടെ സംഭവം കിട്ടും. ആണോ? അത് ചിലപ്പോൾ കുറെ പഴകി തരും. നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഇത് വേണ്ടല്ല, ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആയിരിക്കും. നോ ആഡഡ് പ്രിസർവേറ്റീവ്സ് എന്നാ അവർ വെറുതെ എഴുതും. അല്ലല്ലോ. ഇപ്രാവശ്യം നമ്മൾ ഷേക്കിനകത്ത് കുറച്ച് സീഡ്സ് ഒക്കെ ഇടാന്ന്. ഇതൊക്കെ എന്തിടാൻ പറ്റത്തില്ല. ഇട്ട് നോക്കടാ, എങ്ങനെയാണോ നോക്കട്ടെ. പംകിൻ സീഡ്സ് ഒക്കെ ഇട്ട് നോക്കാൻ വേണമെങ്കിൽ. ഇത് രണ്ടും നമുക്ക് കാക്കിലും വെച്ചെടുക്കും. റേറ്റ് 230 ആണെന്ന്. അതായത് നെല്ലിക്ക എന്തുവാണ് തേനിലിട്ടിരിക്കുന്നത്. നമുക്ക് ക്രാൻബെറിയും സ്ട്രോബെറി ഉണ്ട്. ക്രാൻബെറിയും ബ്ലാക്ക്ബെറിയും കൂടി എടുക്കാം. ഒന്നേ മിക്സ് ഫ്രൂട്ട് ജ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ മിക്സ് ജാം വല്ലതും ആയിരിക്കും. ഈ വാൾനട്ടും കൂടി മേടിക്കണം. വലിയ വില കൂടി വേണ്ട, നോർമലായിട്ടുള്ളത്. ചേട്ടാ വില പറഞ്ഞ വാൾനട്ട് ഏതാ? ഇത് 1400, 1800 വാൾനട്ട്. എടാ നീ ഫ്രൂട്ട്സ് ഒക്കെ സ്വന്തമായിട്ട് ഡ്രൈ ചെയ്ത് കഴിച്ചാൽ മതി. നീ അവിടെ നിന്ന് മേടിക്കണമെന്നില്ല അതൊക്കെ കേട്ടാ. നീ മേടിക്കണ്ട, വേണമെന്നില്ല എനിക്ക്. ഇവിടെ കിട്ടാവുന്ന ഫ്രൂട്ട്സ് ഒക്കെ സ്വന്തം ഡ്രൈ ചെയ്താൽ മതി. വേണ്ട. എന്തിന്? എടി നിന്റെ കഷത്തിരിക്കുന്ന ആരെടുക്കാൻ പറഞ്ഞു? എന്താ? അതാ ചുമ്മാ കൊണ്ട് അവിടെ വെച്ച് കിരിച്ച്. ഇതിപ്പോൾ ഇതെല്ലാം ഞാൻ മേടിച്ചു 1090. ഇതിപ്പോൾ ഡേറ്റ്സും ഞാൻ പിന്നെ വേറെ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. പ്ലം അതിപ്പം പൊക്കിയത് എനിക്ക് അറിയത്തുമില്ല എന്തോ, കാലിഫോർണിയൻ പ്ലം എന്ന്. എല്ലാം ഇവിടെ നിന്ന് തന്നെ കഴിക്കാനാണെങ്കിൽ ഞാൻ വെറുതെ ഇത്ര ബുദ്ധിമുട്ടി പാക്ക് ചെയ്യിപ്പിച്ചത്. ഇത് പൈനാപ്പിൾ ഡ്രൈഡ് ഞാൻ അനിയൻ മേടിച്ചതാണ്. കൊള്ളാം, പക്ഷേ നല്ല മധുരം. കാലിൻ്റെ വേദനയായിട്ട് എങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് വിചാരിക്കുകയാണെങ്കിൽ, വണ്ടി ഓടിക്കുന്നുണ്ട്, പക്ഷെ നല്ല വേദനയാണ്, അത്രേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തി. ഇവിടെ പേരയ്ക്കായി മറ്റൊക്കെ ഇരിക്കുന്നില്ല, പാലൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത കുറേയൊക്കെ മേടിച്ച് ഇവനാണ്. ഞാൻ വെറുതെ 1-2 സീഡ് മേടിക്കാൻ പോയതാ. ഈ ബ്ലൂബെറിയുടെ അകത്ത് ഈ കുരുവുണ്ട്, അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഇടുന്നത് ഞാൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വാൾനട്ട്, 2 സീഡ്സ്, പിന്നെ ക്രാൻബെറിയും, പിന്നെ വാൾനട്ടും, പിന്നെ ഗ്വാവയും, പിന്നെ ഡേറ്റ്സും. ഇത് ഒടുക്കത്തെ തിക്കായിട്ടാ, ഒടുക്കത്തെ കട്ടി. ഓ ഇത് നൈസ്. ഞാനത് മൻസാര ഇട്ടിട്ടില്ല. വാൾനട്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. കിടില്ല, പക്ഷെ അമ്മ കടയില. എങ്ങനെയുണ്ട്? ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാം. ഇതിനകത്ത് കുറേയൊക്കെ ഉണ്ട്. ഫ്രൂട്ടും വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഉണ്ടായിരുന്നു അതവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. JMB ട്രൈ ചെയ്യുന്ന നിനക്ക് പറ്റിയ പക്ഷേ ഈ കല്ലിത് എന്ത് പറ്റി? അടുക്കള കയറില്ല, ആ ഭാഗത്ത് എന്താ വേണ്ടേ? ഇറങ്ങി പോണ. എല്ലായിട്ടും ടേസ്റ്റ് വരുന്നത് പൊട്ടന്മാരാണ് വിശ്വസിക്കുന്നത്. ഇറങ്ങിപ്പോ. അപ്പൊ നീ കുടിക്കത്തില്ലെന്ന് പറയുന്നത്? സിമെന്റ് വെള്ളത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. പോ, ഇറങ്ങിപ്പോ. JMBക്ക് നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല. എന്തായാലും ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അമ്മ വരുമ്പോ കൊടുക്കാം. എന്റെ കാല് കഴക്കുന്നു. ആ ഡ്രൈവ് ത്രൂ വീഡിയോ ഇല്ലേ, അതിന് നല്ലൊരു ടൈറ്റിൽ എന്താണ്? എൻ്റെ മെയിൻ ചാനലിൽ അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ നേരത്ത് ഗോ 100 times ത്രൂ എ ഡ്രൈവ് ത്രൂ ഗെറ്റ് 10,000 എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഡ്രൈവ് ത്രൂ വലുതായിട്ട് കോമൺ അല്ല കേരളത്തിൽ. എല്ലാവർക്കും ആ ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവുക. ആയിട്ട് ഞാനും അവനും കൂടി കാറിനകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് തംബ്നെയിലായിട്ട്. അപ്പോൾ അതാണ് നല്ല. അല്ലെങ്കിൽ ആ വീഡിയോക്കകത്ത് കുറേയേറെ പൈസ ചിലവായി. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഗേവ് സബ്സ്ക്രൈബർ 50,000 ടു സ്പെൻഡ് അറ്റ് മെക്ഡോണൽഡ്സ്, അതാണ് ടൈറ്റിൽ നല്ലത്. പക്ഷെ തംബ്നെയിൽ ആ കാറിനകത്തിരിക്കുന്ന ആ ടൈപ്പ് തന്നെ ആയിരിക്കും. ഏതായിരിക്കും നല്ലത്?
ഒന്ന് കമന്റിൽ പറയാട്ടോ. ടൈറ്റിൽ ആയിരിക്കും ആ വീഡിയോക്ക് പറ്റിയത്. എനിക്ക് തോന്നുന്നു അമ്മ വരുന്നുണ്ടെന്ന്. ആരാ വരുന്നതെന്ന് നോക്കിയേ. മുറ്റത്തൊരു മൈന. സ്വന്തം മകന്റെ കാലടിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലേ. സ്വന്തം മകൻ ഒരു കല്ലേന്ന് മറ്റൊരു കല്ലിലോട്ട് ചാടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ അങ്ങനെ സ്വന്തം മകൻ. പിന്നെ ഒരു കല്ലേന്ന് വേറൊരു കല്ല് കാണുമ്പോ പിന്നെ ചാടാതെ. അങ്ങനെ ഇച്ചിരി ചാട്ടം കൂടുതലാ അതിൽ വന്ന ഭവിഷ്യത്താ. വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു മതിപ്പ് പോലും ഇല്ല കാലിനെ കുറിച്ച് നോക്കിയിട്ട്. ഞൊണ്ടുമായിട്ട് നീ കല്ലിന്റെ പുറത്തോട്ട് ചാടിയാണ്. ഇതൊന്നും അല്ല ഭാഗ്യം ഇങ്ങനെയെങ്കിലും വന്നത്. പാവ അമ്മ ഇവിടെ നിൽക്കുന്നു. ഒരു ചിറപ്പിനെങ്കിലും കൊണ്ടുപോയാ. ഇനി കൊണ്ടുപോകാനൊന്നും ഇല്ല. ഇത് സ്വന്തമായിട്ടും പോയാൽ മതി. ഉണ്ടായിട്ടെങ്കിലും പോകാം. ഞൊണ്ടി പോകാം. ഇപ്പൊ കുഴപ്പമില്ല. ഇനി എക്സ്റേ ഒന്നും വേണ്ട. നടക്കാല്ലേ. നടക്കാന്ന് വെച്ച് കഴിഞ്ഞാ കാലിങ്ങനെ വീർത്ത് കടിച്ചിരിക്കും. നീ എന്തിനാടാ ചാടിയത് ഒരു കല്ലേന്ന് അടുത്തൊരു കല്ലേന്ന്? അമ്മ എന്തിനാ ഫോൺ മേടിക്കുന്ന? അതെ, നീയൊന്നും നടക്കുവോ ഇല്ലെന്ന് നോക്കട്ടെ. നന്നായിട്ട് നടക്കാൻ പറ്റുമോ? ഒന്നും എങ്ങും പോകുകയൊന്നും വേണ്ട. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത നഖം വന്നോളൂ. ഒരു കുഴപ്പമില്ല. അമ്മക്കൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വെയിറ്റ് ചെയ്യണം. ഇങ്ങോട്ട് വാ. പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ. കുടിച്ചു നോക്കിട്ട് പറ എങ്ങനെയാണെന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാം. കപ്പലിന്റെ ഇട്ടാ ബിരിയാണിലൊക്കെ ഇരിക്കുന്നില്ല. എന്തോ ജ്യൂസ് പോന്നൊക്കെ ഇടുവാണ്. ഇങ്ങോട്ട് വന്ന് മറിഞ്ഞിടായി. കരോളിന് വന്ന ഇപ്പൊ ബ്ലൂടൂത്ത് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്പർ 98. മറ്റേ മരം വെച്ചിട്ടില്ല, മരം പോക്കാം കേട്ടോ. അമ്മ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്ന് എന്റെ ആലോചിച്ച് പറ്റത്തില്ല. JB പിന്നെ സ്ട്രീം ചെയ്യുക. അപ്പൊ അമ്മയ്ക്ക് തന്നെ വെക്കേണ്ടി വരും. ട്രീ എല്ലാം പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ട്രീക്ക് ഇത്രമൊക്കെ ഉള്ള ഇതിനെയും നടുക്കോട്ടെന്തോ വെക്കുന്ന വല്ല ഉണ്ടെന്ന് തോന്നുന്നു. അത് എഴുതി കെട്ടിയിരിക്കുന്ന മാറ്റം. അപ്പൊ മനസ്സിലായത് എങ്ങനെ വെക്കണ്ടേന്ന്. ഇതകത്തോട്ട് ഇരിക്കും വെക്കാം. അത് വെക്ക്. അത് വെക്ക്. അതായിരിക്കും. അത് വെക്ക്. ഒരെണ്ണം വളയുന്നുണ്ട് അവിടെ. ഇത് കെട്ടി വെച്ചിരിക്കും. അതെല്ലാം എന്തെങ്കിലും കെട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെ ഇത് വിടർത്തിയാ മതിയാ. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പി വളച്ചു വെച്ചിരിക്കും. അപ്പൊ ഓരോന്നേരം താത്തിയിട്ട് പിന്നെ അതിനെ ഇങ്ങനെ വിടർത്തി കൊടുത്താൽ മതി. അതിന്റെ ഓരോ ബ്രാഞ്ചൊക്കെ ആദ്യം കണ്ടപ്പോ അത് കെട്ടി വെച്ചിരിക്കുകയാണെന്ന്. പിന്നെ അതല്ല അമ്മ തന്നെ ചെയ്യുമ്പോ എത്ര കാലം അറിയാമെങ്കിൽ പൊക്കത്തോട്ട് കൊണ്ട് കേട്ടാ. ആണോ? അതിനകത്ത് തൂക്കേണ്ട എല്ലാ സാധനം ഈ ബാഗിനകത്തുണ്ട്. ഇപ്രാവശ്യം അമ്മയച്ഛനും കൂടെ തന്നെ ഫുള്ളും തൂക്കി. ഇടക്കിടക്ക് എനിക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. എന്റെ കാലം നിൽക്കുമ്പോൾ എനിക്ക് എന്റെ പെയിൻ കൂടും. കുറച്ചായി മരം ഇപ്പം നല്ല വൃത്തിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി അതിന്റെ പൊക്കം ഭാഗം മാത്രം ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. അതും കൂടി ചെയ്യാനുണ്ട്. അമ്മ പിന്നെ എല്ലാ അതിന്റെ എല്ലാ ബ്രാഞ്ചും വലിച്ച് ഒടിച്ചോണ്ടിരിക്കുക. അതിനകത്ത് നമ്മ ആദ്യം മറ്റേ ആ ലൈറ്റ് എടുത്ത് ലൈറ്റ് ആദ്യം ചുറ്റും അതിനകത്ത്. അത് ഫുള്ളും കുടഞ്ഞിട്. ഞാൻ കുടഞ്ഞു. അതിനകത്തൊരു ലൈറ്റ് കാണും. അതിനകത്ത് താഴത്ത് വേണ്ട ഒരു സെറ്റ് ഓഫ് ലൈറ്റ് കണ്ട വയറ്. എവിടെ വേണം തൂക്കിക്കോ ഇഷ്ടമുള്ളത്. അതേ ലൈറ്റ് എന്ന് വെച്ചാൽ തൂക്കട്ടെ. അപ്പൊ ഇനി നമ്മൾ ക്രിസ്മസ് ട്രീയിലോട്ട് ലൈറ്റ് ആദ്യം ചുറ്റുകയാണ്. ലൈറ്റ് അമ്മയുടെ ഇരിക്കുന്ന ബാക്കി ലൈറ്റ് ചുറ്റിക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡെക്കറേഷൻ താഴെ ഇരിക്കുന്ന പൊക്കത്തൊക്കെ തരയിടാം. പതുക്കെ ഇങ്ങനെ കറക്കി എടുത്താൽ മതി. വലിയ ടൈറ്റ് ആയിട്ടൊന്നും പോകണം. പുതിയ ആൾക്കാർ പിന്നെയും വന്നിരിക്കുന്നത്. ഇവന്മാർക്ക് ഉന്മേഷം കുറവാണെന്നോ? ഇല്ല ഇന്നില്ല. ഇന്ന് നിങ്ങളെ കരോള് കംപ്ലീറ്റ്. ഇവന്മാർക്ക് കുറച്ച് ഉന്മേഷം കുറവായിരുന്നു. പക്ഷെ മറ്റവന്മാര് കാട്ടിലും ഉന്മേഷം കുറവായിരുന്നു. ഇവന്മാര് പറയുന്നത് പിന്നെ കുറെ ദൂരത്തുനിന്ന് വന്നോണ്ടിരിക്കുക. ക്രിസ്മസ് ട്രീക്ക് അത് ഇത്രയും കുറച്ച് ലൈറ്റ് മാത്രം എന്താ വരുന്ന അറിയത്തില്ല. അതിന്റെ സ്വിച്ച് ചെയ്ത് നെക്കി നോക്കുക മാറി കത്തുമായിരിക്കും. എന്തോ അടിച്ചു പോയത്. എന്ത് പറ്റി? നെക്കൊന്നൂടി. കൊള്ളാം. അതത് ഓണാഞ്ഞായിരിക്കും. അതൊന്ന് കുത്തു വെച്ച നേരെയായിട്ട് വന്നിട്ടില്ല. അത് ലൂസ് കണക്ഷനാ. ഇപ്പൊ കത്തുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഇനി 2 ലൈറ്റ്സും കൂടി ഇടാൻ പോവുകയാണ്. ഓവറാണെന്ന് വെച്ചാൽ അറിയത്തില്ല. 2 ഇവിടെ ഇതൊരെണ്ണം ഇരിക്കുന്നു, അതൊരെണ്ണം ഇരിക്കുന്നു. ഒരെണ്ണം ഓൾറെഡി ഉണ്ട്. ഈ രണ്ടാമത് സെറ്റ് ഓഫ് ലൈറ്റ് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് കാണാൻ ഇങ്ങനെയാണ് ട്രീ. ഒന്നും തൂക്കിയിട്ടില്ല. ലൈറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഇതുവരെ. ഒരെണ്ണം കൂടി ഇടണതിനുണ്ടെന്ന് ഇപ്പൊ ഓർത്തോണ്ടിരിക്കുക. അമ്മയ്ക്ക് എന്ത് തോന്നി ഇടണ? ഒരെണ്ണം കൂടി ഇടണ ലൈറ്റ് പറ. 3ാമത്തെ ആൾക്കാരെത്തി കരോളില് കേട്ടാ. അവനവന്റെ സ്പെഷ്യൽ സ്റ്റെപ്പ് കാണിക്കുന്ന പറഞ്ഞത്. സ്പെഷ്യൽ സ്റ്റെപ്പാണ്. അല്ല കിടന്ന് ഇനി അവര് കളിക്കാൻ പോവാണ്. പാട്ടിട്. ഡേറ്റ് തീർന്നെന്ന് തോന്നുന്നു. കോപം വന്നാലാ. കൊള്ളാം. എന്തായാലും തീരുമാനം ആക്കടേ. വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതുവരെ വന്ന ഏറ്റവും പോസ്റ്റ് അടിച്ച കരോളായിരുന്നു.
പാട്ട് പാടത്തുള്ള അതിന്റെ ഇഷ്ടം. മുന്നോട്ടുള്ള കുതിപ്പിനാണ് തോന്നുന്നത്. അതാണ് അവന്മാരെ സ്റ്റെപ്പ് പുറകിലിടുന്നത്. സെയിം സ്റ്റെപ്പ്. ആ കൊള്ളാം. ബഹുത് ബഡിയ ബഹുത് ബഡിയ. ഈ കറവലിന് കോർഡിനേഷന്റെ കുറെ കുഴപ്പമുണ്ട്. ഒട്ടും കോർഡിനേഷൻ ഇല്ലാതെ ഇതൊരു കറവൽ ഇതിനെ കണ്ടിട്ടില്ല. പാട്ടും ഇല്ല, വെറുതെ വീട്ടിൽ കിടക്കുകയാണ്. കണക്ട് ചെയ്യേണ്ടത് ആ സ്റ്റാർ ആണ്. അപ്പം ഈ വയറിന്റെ അറ്റത്തായിട്ട് അത് കണക്ട് ചെയ്തിട്ട് ഏറ്റവും പൊക്കത്ത് തൂക്കിയേക്ക്. എനിക്കൊന്ന് ഒരു കരകളും കൂടി അപ്പുറത്ത് വരുന്നുണ്ട്, 4ാമത്തെ. അവരപ്പുറത്ത് വന്നുള്ള അതിന് മുമ്പ് തന്നെ എന്നെ കണ്ട് കിടന്ന് കാറ് വാങ്ങില്ല. ഇതൊക്കെ എന്താണ് നടക്കുന്നത്? അപ്പൊ സ്റ്റാറും ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഡെക്കറേഷൻ കൂടി മാത്രമേ ഉള്ളൂ, ബാക്കി ഇനി ചെയ്യുക. അച്ഛൻ തന്നെ പുള്ളൂര് നെയ്യുക. എല്ലാം ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ വന്ന് സൺഡേ അല്ല, പാതിരാത്രിയായി. അത് ഓരോന്നായിട്ട് തൂക്കുക, ഓരോ ചുറ്റും ചുറ്റും. കണ്ട ഇത് കണ്ട ഇങ്ങനെ തൂങ്ങി കിടക്കുക. ജസ്റ്റ് ഇവിടെയാണ് തൂക്കിയിട്ടാ മതി. ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടാ മതി. കണ്ട ഒരേ സ്ഥലത്ത് എല്ലാ ചെണ്ട എടുത്ത് വെച്ചിരിക്കുന്നു. മിക്സ് ആക്കി അവരിവിടെ ഇട്. ഫൈനലി ട്രീ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ചെറിയ ചെറിയ സാന്റാക്ലോസ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം അമ്മ അച്ഛനോട് സെറ്റ് ചെയ്തു. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഇങ്ങനെ ആയിട്ടാ, കുറച്ചുകൂടി ബാക്ക് അടിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ അവസാനം തീർന്നിട്ടുണ്ട്. ഏറ്റവും പൊക്കത്തൊരു സാന്റേനെ ഇരുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ എന്നെക്കാട്ടിയും പൊക്കമുണ്ട്. ഇതെല്ലാം അച്ഛനും അമ്മയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. സോറി എന്ത് പറ്റി? അച്ഛനും ഇല്ല, ഞാനും ഇല്ല. ഇത് അർജുൻ എം പി JMP ഇതുവരെ ശ്രീനിത് കഴിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ എങ്ങനെയെങ്കിലും നിൽക്കുവാണ് ഇവിടെ. അപ്പൊ എന്തായാലും ഇത് ഇനി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് നമ്മ പറയുന്നത് കേട്ടാ. എല്ലാം ഓക്കെ. ഇനി സെറ്റായി. ഇനി ഫില്ല് ചെയ്യാൻ ഇനിയുണ്ട് ബാക്കി. ഇനി ഉണ്ണിയേശും വരണം. വേണമായിരിക്കും അമ്മയ്ക്ക്. ഇപ്പൊ തൽക്കാലം ഇന്നത്തെ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാൻ.